അപ്പോൾ ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ കുറേ ദിവസമായിട്ട് ഗൈസ് ഇങ്ങനെ ജേണലൊക്കെ ചെയ്തിരിക്കണം വിചാരിക്കണു. അത് ജേണൽ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പം നമുക്ക് ഇന്നൊരു വിൻറ്റേജ് ജേണൽ ആയാലോ അല്ലേ? ഇന്നൊരു ആഗ്രഹം ചെയ്യാൻ. അപ്പോൾ അത് പൂർത്തിയാക്കണ്ടേ? അപ്പോൾ നിങ്ങളെ കൂടി കാട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ഈ വീഡിയോ. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ ഈ ഒരു മിനി ബുക്കിൽ മിനി ജേണലാട്ടോ ഗൈസ് ചെയ്യാൻ പോകണേ. അപ്പം നമുക്ക് ജേണൽ ചെയ്യാൻ തുടങ്ങിയാലോ? അപ്പം നമ്മൾ വിൻറ്റേജ് ജേണലിൽ യൂസ് ചെയ്യേണ്ടത് കുറച്ച് കോയിൻ സ്റ്റിക്കേഴ്സ്, പിന്നെ കുറച്ച് ഗ്രിഡ് ലൈൻസ്, പിന്നെ കുറച്ച് തോട്ട്സും, പിന്നെ അതിൽ ആഡ് ചെയ്യൊക്കെ ചെയ്യാട്ടോ ഗൈസ്. ഞാൻ ഇത്ര ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് തന്നെ ടൈം പാസിന് വേണ്ടി ചെയ്ത ജേണലുകൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാ, ഇത് ക്യൂട്ടായിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാ, ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ജേണലുകൾ. ഇതൊക്കെ വെറുതെ ഒന്ന് ഞാൻ ചെയ്തതാട്ടോ ഗൈസ്. ഇത് ഞാൻ കലണ്ടർ ജേണൽ പോലെ ഒരു ചെയ്തതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. പിന്നത് മൈ ബർത്ത്ഡേൻ്റെ ഒരു ജേണൽ. പിന്നെ ഞാൻ ഇത് വെറുതെ വിൻറ്റേജ് ആയിട്ട് ചെയ്തത്. അപ്പം ഇത്ര തന്നെ കേട്ടോ ഗൈസ്. അപ്പം ഇനി നമ്മൾ ഈ ബുക്കിലാണ് കേട്ടോ ഗൈസ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിൽ ഗ്രിഡ് ലൈനായിട്ട് വിൻറ്റേജിന് പറ്റിയത് ഇതാണ് കേട്ടോ ഗൈസ്. ഈ ബ്രൗൺ കളറ്, ബ്രൗൺ പ്ലസ് യെല്ലോ ആണ് കേട്ടോ ഗൈസ് ഇത്. അപ്പം നമുക്ക് ഇത് ഞാൻ മിനി ജേണലിൽ ചെയ്യാൻ പോവാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കോർണർ കീറെടുത്തിട്ട് ഇവിടെ ഓരോ ഒട്ടിക്കാൻ പോവാട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പിന്നിലിങ്ങനെ പശ തേച്ച് ഒരു സൈഡിൽ ഒട്ടിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രിഡ് ലൈൻസ് സെറ്റാക്കി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കോയിൻ സ്റ്റിക്കേഴ്സ് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ തന്നെ കേട്ടോ ഗൈസ് ഒട്ടിക്കാൻ പോണേ. നമുക്ക് 10ൻ്റെ എടുക്കാം. അത് ഞാൻ ഈ ഒരു സൈഡിലായിട്ടോ ഗൈസ് വെക്കണേ. നമുക്ക് ഈ ഒരു സൈഡിലിട്ട് വയ്ക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ തോട്ട്സ് കുറച്ച് ചെരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു സ്റ്റൈലിലൊക്കെയാണ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റും കുറച്ച് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് റെഡിയാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് കുറച്ചും കൂടിയും ആഡ് ചെയ്യാം. അപ്പം നമുക്ക് അതിനായിട്ടൊരു ക്ലിയർ പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഒരു സിമ്പിൾ പ്ലാന്റ് ആട്ടോ ഗൈസ്. ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ് നമ്മുടെ പ്ലാന്റ്. നമുക്കതിന് കളർ കൊടുക്കാം. അപ്പോൾ ഗൈസ് അതിന് നമ്മളൊരു പച്ച കളറ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കൊടുക്കാൻ ഞാൻ പച്ചയായിട്ട് ഉപയോഗിക്കണേ.
ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ പ്ലാന്റ് ഇനിയും ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വിൻറ്റേജ് കളർ എടുക്കാൻ പോകും കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ തുടങ്ങാം കേട്ടോ ഗൈസ്. എന്നിട്ട് ഇത് കൂടെ ഗ്യാപ്പുള്ളിടത്ത് കൂടെ കളർ കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഗൈസ്. ഗൈസ് നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കത് ഒരു സൈഡിൽ ഒട്ടിക്കാം, ഒരു മേലേക്കായിട്ട് ഒട്ടിക്കാം കേട്ടോ ഗൈസ്. ഇതിൻ്റെ മേലേക്കായിട്ട് ഒട്ടിക്കാം. അപ്പം നമ്മൾ പശ എടുത്ത് ഒട്ടിക്കാൻ പോകട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ഈ സൈഡിലായിട്ടൊന്ന് ഒട്ടിക്കട്ടോ. നമ്മൾ പ്ലാന്റ് ഒട്ടിച്ചിരിക്കുന്നു കേട്ടോ ഗൈസ്. നമ്മൾ ഈ തോട്ട്സിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ആവാം കേട്ടോ ഗൈസ്. ഇപ്പം ഞാൻ കുറച്ച് ഇതുപോലുള്ള കുറച്ച് ഗ്രിഡ്സ് ആണ് കേട്ടോ വരയ്ക്കണേ. ഫുൾ ബ്രൗൺ ആണ് കേട്ടോ ഗൈസ്. ദാ ഇങ്ങനെ ഉണ്ടോ ഗൈസ് ഞാൻ വരയ്ക്കണത്. ഇതൊക്കെ ഒരു ചെറിയൊരു ഡിസൈനാണ് കേട്ടോ ഗൈസ്. ദാ ഇനി ഇപ്പുറത്തെ ഈ കോർണറിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പോകും കേട്ടോ. നമ്മളിങ്ങനെ ഇനി ഇവിടെയും ഇങ്ങനെ വരയ്ക്കാം. ഇതാ ഇതും ഇത് ഒന്നനെ കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വരച്ചു എന്ന് മാത്രം. അപ്പം ഇതാണ് കേട്ടോ. ഇനി ഗൈസ് ഞാൻ ജസ്റ്റ് ഒരു ലീഫ് ഇടയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വരകൾ ഇതാട്ടോ ഗൈസ് നമ്മുടെ ലീഫ്. അപ്പോൾ ഗൈസ് നമ്മുടെ വിൻറ്റേജ് ജേണൽ ഇതാട്ടോ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വിൻറ്റേജ് ജേണൽ. കുറച്ച് കോയിൻ സ്റ്റിക്കേഴ്സ്, പിന്നെ ഗ്രിഡ് ലൈൻസ് വരച്ചത്, പിന്നെ കോർണറിലുള്ള ഗ്രിഡ് ലൈൻസ് ഒട്ടിച്ചു, പിന്നെ പ്ലാന്റ്സ്, പിന്നെ ഒരു തോട്ട്സും. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ജേണലിൽ. പിന്നെ ഒരു ലീഫും ഉണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ജേണൽ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ജേണലിൽ ഇഷ്ടപ്പെട്ട യൂസ് ചെയ്ത മെറ്റീരിയൽ ഏതാണെന്നും കൂടി കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.